नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 35. കൃഷ്ണനെ ആനയിക്കാൻ കംസൻ അക്രൂരനെ അയക്കുന്നു. പേജ് നമ്പർ 336. ഇന്ത്യയുടെ ഉത്തരഭാഗങ്ങളിൽ നാട്ടുകാർക്ക് ഇന്നും ഏറെ ഇഷ്ടമുള്ള വിനോദമാണ് മല്ലയുദ്ധം. 5000 വർഷങ്ങൾക്കു മുമ്പ് ആളുകൾ മല്ലയുദ്ധം ആസ്വദിച്ചിരുന്നുവെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ പ്രസ്താവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം ഒരു മല്ലയുദ്ധ മത്സരം നടത്താനും ജനങ്ങളെ അതിൽ പങ്കെടുപ്പിക്കാനുമായിരുന്നു കംസന്റെ പദ്ധതി. ഗജശിക്ഷകരോടു കംസൻ ഇത്രയും കൂടി പറഞ്ഞു: മല്ലയുദ്ധവേദിയിലേക്കുള്ള കവാടത്തിൽ കുവലയാപീഠം എന്ന മദയാനയെ നിർത്തിയിരിക്കണം. കൃഷ്ണനും ബലരാമനും എത്തിച്ചേരുമ്പോൾ അവരെ പിടികൂടി വധിക്കാൻ നോക്കണം. മൃഗബലി, ധനുർയാഗം, ചതുർദശിയുടെ അന്നു നടത്തുന്ന യാഗം എന്നിവ വഴി ശിവനെ ആരാധിക്കാനും കംസൻ സുഹൃത്തുക്കളെ ഉപദേശിച്ചു. ഏകാദശിയെ തുടർന്ന് 3 നാൾ കഴിഞ്ഞാണ് ചതുർദശി. അതു ശിവപൂജയ്ക്കായി മാറ്റിവച്ചിരിക്കുന്ന ദിവസമാണ്. ശിവന്റെ പൂർണാംശങ്ങളിലൊന്നാണ് കാലഭൈരവൻ. തൊലിയുരിച്ച മൃഗങ്ങളെ നിവേദിച്ച് അസുരന്മാർ ശിവന്റെ ഈ രൂപത്തെ ആരാധിക്കാറുണ്ട്. അസുരന്മാർ കാലഭൈരവമൂർത്തിക്കു ബലിയർപ്പിക്കുന്ന പതിവ് ഇന്ത്യയിലെ വൈദ്യനാഥധാമത്തിൽ ഇന്നും നിലവിലുണ്ട്. ഈ അസുര വിഭാഗത്തിൽപ്പെട്ടവനാണ് കംസൻ. തികഞ്ഞ നയതന്ത്ര വിശാരദനുമായിരുന്നു അയാൾ. അതിനാൽ ഒട്ടും വൈകാതെ കൃഷ്ണനെയും ബലരാമനെയും നിഗ്രഹിക്കാൻ അയാൾ അസുര സുഹൃത്തുക്കളെ നിയോഗിക്കുകയും ചെയ്തു. വസുദേവപുത്രനായി കൃഷ്ണൻ പിറവിയെടുത്ത യദുവംശത്തിൽപ്പെട്ട ആളാണ് അക്രൂരൻ. കംസൻ അക്രൂരനെ വിളിച്ചുവരുത്തി. അക്രൂരനെ കണ്ടപ്പോൾ തികഞ്ഞ വിനയത്തോടും മര്യാദയോടും കൂടി അദ്ദേഹത്തിനു ഹസ്തദാനം നൽകി കംസൻ പറഞ്ഞു: പ്രിയപ്പെട്ട അക്രൂര, ഭോജ യദുവംശങ്ങളിൽ അങ്ങയേക്കാൾ നല്ലൊരു സുഹൃത്ത് എനിക്കില്ല എന്നതാണു സത്യം. അങ്ങയെപ്പോലെ ഉദാരമനസ്കനായി മറ്റൊരാളില്ല. അതിനാൽ ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. ദേവേന്ദ്രൻ വിഷ്ണുവിനെ എന്ന പോലെ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങ് ഉടൻ തന്നെ വൃന്ദാവനത്തിലെത്തി കൃഷ്ണനെന്നും ബലരാമനെന്നും പേരുള്ള 2 ആൺകുട്ടികളെ കണ്ടുപിടിക്കണം. അവർ
നന്ദ മഹാരാജാവിൻ്റെ മക്കളാണ്. കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ മനോഹരമായ രഥവുമായി പോയാലും എത്രയും വേഗം അവരെ കൂട്ടിക്കൊണ്ടുവന്നാലും ഇതാണ് അങ്ങയോടുള്ള അപേക്ഷ. എൻ്റെ പദ്ധതി ഇവരെ രണ്ടുപേരെയും വധിക്കുക എന്നതാണ്. അവർ കവാടത്തിലെത്തുന്നതോടെ അവിടെ കാത്തുനിൽക്കുന്ന കുവലയാപീഠം എന്ന മദയാന അവരെ കൊന്നുകളയാനാണു സാധ്യത. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെട്ടാൽ അവർക്കു മല്ലയുദ്ധവീരന്മാരുമായി ഏറ്റുമുട്ടേണ്ടി വരും. തീർച്ചയായും കുട്ടികൾ മല്ലന്മാരുടെ കൈകൊണ്ട് വധിക്കപ്പെടുകയും ചെയ്യും. ഇതാണെൻ്റെ പദ്ധതി. ആ ബാലന്മാരെ വധിച്ച ശേഷം വൃഷ്ണി ഭോജവംശങ്ങൾക്കു പിന്തുണ നൽകുന്ന വസുദേവരെയും നന്ദമഹാരാജാവിനെയും ഞാൻ കൊല്ലും. ഒപ്പം എൻ്റെ പിതാവായ ഉഗ്രസേനനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ദേവകനെയും വധിക്കും. കാരണം എൻ്റെ നയതന്ത്രത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വിലങ്ങുതടിയാണവർ. അതുകൊണ്ട് തന്നെ അവരെൻ്റെ ശത്രുക്കളുമാണ്. ഇങ്ങനെ ശത്രുക്കളെ മുഴുവൻ ഞാൻ എൻ്റെ വഴിയിൽ നിന്നും തട്ടി നീക്കും. ജരാസന്ധൻ എൻ്റെ ശ്വശുരനാണ്. ദ്വിവിധൻ എന്നു പേരായ ഒരു വാനര സുഹൃത്തും എനിക്കുണ്ട്. ഇവരുടെ സഹായത്തോടെ ഈ ലോകത്തു നിന്നും ദേവന്മാരെ പിന്തുണയ്ക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇങ്ങനെ സർവ്വവിധമായ എതിർപ്പുകളിൽ നിന്നും ഞാൻ മുക്തനാകും. പ്രതിബന്ധങ്ങളില്ലാതെ ലോകം ഭരിക്കുക ആനന്ദം തന്നെയാണ്. ശംബരൻ, ബാണാസുരൻ, നരകാസുരൻ എന്നിവരും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇവരും ദേവപക്ഷപാതികളായ രാജാക്കന്മാരുമായി ഞാൻ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ ഇവരെൻ്റെ സഹായത്തിനെത്തും. തീർച്ചയായും ഞാൻ എൻ്റെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും. ദയവായി വൃന്ദാവനത്തിലേക്ക് പോയാലും മല്ലയുദ്ധവും മധുരാപുരിയുടെ ഭംഗിയും കണ്ടാസ്വദിക്കാൻ അവരെ പ്രേരിപ്പിച്ചാലും. കംസൻ്റെ ഈ പദ്ധതി കേട്ടു അക്രൂരൻ പറഞ്ഞു, പ്രിയപ്പെട്ട രാജൻ, അങ്ങയുടെ നയതന്ത്ര പ്രവർത്തനങ്ങൾക്കു തടയായി നിൽക്കുന്നതിനെയൊക്കെ ചെറുക്കാൻ സമർത്ഥമായ പദ്ധതി അങ്ങ് അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു. പക്ഷേ അങ്ങ് അല്പം കൂടി വിവേകം പാലിക്കണം. ഇല്ലെങ്കിൽ അങ്ങയുടെ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തിയെന്നു വരില്ല. എത്രയൊക്കെയായാലും അന്യഥാ ചിന്തിതം കാര്യം ദൈവമന്യത്ര ചിന്തയേൽ എന്നല്ലേ പ്രമാണം. നാം മഹത്തായ പദ്ധതികൾ തയ്യാറാക്കുന്നു. പക്ഷേ ആ പരമാധികാരിയുടെ അനുവാദമില്ലെങ്കിൽ അവയെല്ലാം പരാജയപ്പെടുകയേയുള്ളൂ. അഭൗമശക്തിയാണ് ആത്യന്തികമായി കാര്യങ്ങൾ നടത്തുന്നതെന്ന് ഭൗതിക ലോകത്തുള്ളവർക്കൊക്കെ അറിവുള്ളതാണല്ലോ. തൻ്റെ ഫലഭൂയിഷ്ടമായ മസ്തിഷ്കത്തിലൂടെ മഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആർക്കും കഴിയും. എന്നാൽ അവയുടെ അനന്തരഫലമായ സന്തോഷത്തിനും ദുരിതത്തിനും അവർ വിധേയരാകേണ്ടി വരും. അങ്ങയുടെ നിർദ്ദേശത്തിനു വിരുദ്ധമായി എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. ഒരു സുഹൃത്തെന്ന നിലയിൽ അങ്ങയുടെ കൽപ്പന ഞാൻ നടപ്പിലാക്കാം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കൃഷ്ണനെയും ബലരാമനെയും ഇവിടെ കൊണ്ടുവരാം. സുഹൃത്തുക്കൾക്ക് പല നിർദ്ദേശങ്ങളും നൽകിയ ശേഷം കംസൻ കിടപ്പറയിൽ കിടന്നു. അക്രൂരൻ വൃന്ദാവനത്തിലേക്കും പോയി. ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണനെ ആനയിക്കാൻ കംസൻ അക്രൂരനെ അയക്കുന്നു എന്ന 35-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.